Hi dears, how are you? I hope all of you fine. So dears, let's move on the extended activities answers in previous class. Rubber plants have taken in the place of paddy. What does this imply? Answer. It implies that food crops are replaced by cash or commercial their favorite varieties of rice like Atikara, More and Velaran. Now they survive on their rations which consist of wheat. So dears, let's move on the continuation of our poem. Listen carefully. My father says with obvious pride, Son, we have stopped working on all the rice. It was yet inconvenient. The farmer gained nothing, only fools turned to rice farming for gain. This is better money. What good's time? The government gives rice to those don't have paddy fields. My little brother runs in to meet me, I eager to have a full meal of Atikara rice. He is carrying the rations for the whole household. He trips over something and scatters the wheat all over the yard. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു ചെയ്തത് അച്ഛൻ റബ്ബർ പ്ലാന്റ്സ് ഉണ്ടാക്കാനുള്ള മെഷീൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ പ്ലാന്റ്സ് മേക്ക് ചെയ്യാനുള്ള മെഷീൻസ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. സോ ഹീ ഈസ് ഓൾവേസ് ഹാപ്പി അല്ലേ? അച്ഛൻ അവിടെ ഹാപ്പിയാണ്, അവിടെ സാറ്റിസ്ഫൈ ആണെന്നാണ് പറയുന്നത്. ആ ഒരു പ്ലാന്റിങ്ങിലും സാറ്റിസ്ഫൈ ആണ്. ക്യാഷ് ക്രോപ്സ് ആണെങ്കിൽ ആ ഒരു നമ്മുടെ ഫുഡ് ക്രോപ്സ് നിന്ന് ക്യാഷ് ക്രോപ്പിലേക്ക് മാറിയെങ്കിൽ കൂടിയും അച്ഛൻ അവിടെ ഹാപ്പിയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സ്റ്റാൻസ് എന്താ പറയുന്നത്? മൈ ഫാദർ സേസ്, എൻ്റെ അച്ഛൻ എന്താ പറയുന്നത്? വിത്ത് ഒബ്വിയസ് പ്രൈഡ്. എന്താണ് ഒബ്വിയസ് പ്രൈഡ്? അതായത് നല്ല പ്രൈഡോടുകൂടി. സൺ, വി ഹാവ് സ്റ്റോപ്ഡ് വർക്കിംഗ് ഓൺ ഓൾ ദി റൈസ്. നമ്മളെല്ലാ റൈസ് ഫാമിങ്ങും നെൽകൃഷിയും ചെയ്യുന്ന വർക്ക് നിർത്തി. ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻകൺവീനിയൻറ്റ്. ദ ഫാമർ ഗെയിൻ നത്തിങ്, ഓൺലി ഫൂൾസ് ടേൺ ടു ദി റൈസ് ഫാമിംഗ് ഫോർ ഗെയിൻ. അതായത് അതൊരു ഇൻകൺവീനിയൻ്റ് ആണ്, നമുക്കതിൽ നിന്നൊന്നും നത്തിങ് ടു ഗെയിൻ, നമുക്കൊന്നും അതിൽ നിന്ന് കിട്ടാനില്ല. ഓൺലി ഫൂൾസ് ടേൺ ടു റൈസ്, വിഡ്ഢികൾ മാത്രമേ റൈസ് എന്ന ആ ഒരു ഫാമിങ്ങിലേക്ക് പോവൂ. ഫാമിംഗ് ഫോർ ഗെയിൻ, അതായത് ഈ ഒരു ഫാമിങ്ങിൽ നിന്ന് ഫുഡ് ക്രോപ്സ് ഫാമിങ്ങിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടില്ല, ഫൂൾസ് മാത്രമേ അത് ചെയ്യൂ എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ബെറ്റർ മണി, വാട്ട് ഗുഡ് ടൈംസ്. ഇത് തന്നെ നല്ല സമയം. നല്ല സമയത്ത് ഈ ഒരു റബ്ബർ പ്ലാന്റ്സ്, ആ റബ്ബർ ഫാമിംഗ് നടത്തിക്കഴിഞ്ഞാൽ, ആ ഒരു പ്ലാന്റിങ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ മണി കിട്ടും. ദി ഗവൺമെൻറ് ഗിവ്സ് റൈസ് ടു ദോസ് ഡോണ്ട് ഹാവ് പാഡി ഫീൽഡ്സ്. ഗവൺമെൻറ് തരുന്നുണ്ട് റൈസ്. നെൽകൃഷി ഇല്ലാത്തവർക്ക്, പാഡി ഫീൽഡ് ഇല്ലാത്തവർക്ക് ഗവൺമെൻറ് അരിയും തരുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അച്ഛൻ വളരെ കൂളായിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് ഫാമിംഗ്, നെൽകൃഷി ചെയ്യുന്നത് ശരിയല്ല, നമുക്കൊന്നും കിട്ടാനില്ല, നെൽകൃഷി വിഡ്ഢികൾ മാത്രമേ ചെയ്യൂ, റബ്ബർ പ്ലാന്റ്സ് ആണ് നമുക്ക് കുറച്ചും കൂടി പണം തരുന്നത്. അപ്പം നമ്മുടെ പോയിറ്റിൻ്റെ ഇമാജിനേഷനിൽ നിന്ന് പതുക്കെ പതുക്കെ റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പോയിറ്റാണെങ്കിൽ എന്താണ്, അച്ഛൻ പോയിറ്റ് വരുമ്പോൾ അച്ഛൻ മുണ്ടിലടക്കം ആകെ ചെളിയായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അച്ഛനവിടെ പ്ലഫ് ചെയ്യുന്ന ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രദറാണ് ഓടി വരികയാണ്, നെല്ല് നടുകയാണ്. ആ ഒരു വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം, ബ്രദറാണ് വേഗം വിളിച്ചു പറയുന്ന ആ ശബ്ദവും. അപ്പോൾ അത്രയും കൃഷിയെ സ്നേഹിക്കുന്ന അച്ഛനെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റാൻസയിലൊക്കെ കണ്ടത്. ഇപ്പം എന്താ മാറിയത്? അത് നേരെ അച്ഛൻ മാറി ഇതിലേക്ക് വന്നു, കമേഴ്ഷ്യലേക്ക് വന്നു അല്ലേ? അതായത് ആദ്യം അച്ഛൻ പണ്ടത്തെ ഒരു ഇതായിരുന്നു, ഓൾഡ് ട്രഡീഷണൽ അല്ലെങ്കിൽ ഓൾഡ് കാര്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു, ഇപ്പം മോഡേണിലേക്ക് പതുക്കെ പതുക്കെ എത്തി വന്നു എന്നാണ് പറയുന്നത്. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ഇൻ ടു ദ മീറ്റ് മീ. എൻ്റെ ലിറ്റിൽ ബ്രദർ ഓടി വരികയാണ്. അത് നേരത്തെയും പറഞ്ഞു, ലിറ്റിൽ ബ്രദർ ഓടി വരുന്നത്. ഐ ഈഗർ ടു ഹാവ് ഫുൾ മീൽ ഓഫ് അത്തിക്കര റൈസ്. ഞാൻ ഈഗറായിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തിനാ? ടു ഹാവ് ഫുൾ മീൽ ഓഫ് ഈ അത്തിക്കര റൈസ്. അത്തിക്കര റൈസ് കൊണ്ടുള്ള ചോറായിരുന്നു ഞാൻ ആഗ്രഹിച്ചതാണ്. ബ്രദർ ഓടി വരുന്നുണ്ട്, പക്ഷെ ബ്രദറിൻ്റെ കയ്യിൽ എന്താണ്? ഹി ഹാസ് ക്യാരിങ് ദ റേഷൻസ് ഫോർ ദി ഹോൾ ഹൗസ് ഹോൾഡ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ റേഷൻ കടയിൽ പോയിട്ടുള്ള റേഷനരിയാണ് കൊണ്ടുവരുന്നത്. ഹി ട്രിപ്സ് ഓവർ ദ സംതിങ് ആൻഡ് സ്കാറ്റർ ദ വീറ്റ് ഓൾ ഓവർ ദി യാർഡ്. എന്നാൽ ഓടി വരുന്നതിൽ സ്ലിപ്പായി വീണ് താഴേക്ക് അരി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും ആ ഒരു ആഗ്രഹം നമ്മുടെ പോയിരിക്കുകയാണ്. കാരണം എന്താണ്?
ആ അത്തിക്കില റൈസ് കഴിക്കാം എന്നൊരു കൊതിയോടുകൂടിയാണ് വന്നത്. പിന്നെന്താ കിട്ടുന്നത്? റേഷനരിയാണ് കിട്ടുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നതാണ് ഗവൺമെൻറ് റൈസ് തരുന്നുണ്ട്. ആ റൈസ് ഏതായിരുന്നു? ഈ റേഷനരി ആയിരുന്നു. പക്ഷേ കൃഷി ചെയ്തുണ്ടാക്കുന്ന ആ ഒരു അരിനേക്കാത്തും മൂല്യമുണ്ടാവോ ഈ റേഷനരിക്കും? ഇല്ല എന്നാണ് ഇവിടെ പോയിന്റ് പറയുന്നത്. സോ ഡിയേഴ്സ്, ഇഫ് യു ഹാവ് എ ഡൗട്ട്, let me know please. So let's move on the word study of these two stanzas. First word is obvious, it's adjective, it means to clear. Second word is trip over, it's verb, it means to stumble. Let's move on to global question section. The question: only fools turn to the rice farming for gain. Why does the father say so? Answer section: the father says so because nobody promotes their farming of rice. Rice farming was quite inconvenient and the farmer gained nothing. Rubber brings better money. The government gives rice to those who have no paddy fields. എന്താ പറയുന്നത്? ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഫാമിംഗ് ഓഫ് റൈസിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. റൈസ് ഫാമിംഗ് ഇൻകൺവീനിയൻ്റ് ആണ്. ഒന്നും അതിൽ നിന്ന് ഗെയിൻഡ് നത്തിങ്, ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. റബ്ബർ ബ്രിങ്സ് ബെറ്റർ മണി, റബ്ബറാണ് കുറച്ചും കൂടി നല്ല പണം നൽകുന്നത്. ദ ഗവൺമെൻറ് ഗിവ്സ് റൈസ് ദോസ് ഹു ഹാവ് നോ പാഡി ഫീൽഡ്സ്. ഗവൺമെൻറ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാഡി ഫീൽഡ് ഇല്ലാത്തവർക്ക് അരിയും കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്താ പ്രശ്നം? നല്ല പണം കിട്ടുന്നുണ്ട്, ഈ ഭാഗത്ത് നിന്ന് അരിയും കിട്ടുന്നുണ്ട്. അരിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ പാഡി ഫീൽഡ് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. അരി ഇപ്പുറത്തുനിന്ന് റേഷൻ കടയിൽ നിന്ന് നമുക്ക് ഗവൺമെൻറ് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പുറത്തുനിന്ന് നമ്മൾ പാഡി ഫീൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കവിടെ കൂടുതൽ പണമുള്ള ഇത് ചെയ്യാം. കാരണം പാഡി ഫീൽഡ് ചെയ്ത് നമുക്കൊന്നും കിട്ടാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇവിടുന്ന് തരുന്നുണ്ട്, കൃഷി ചെയ്ത് ഒന്നും കിട്ടുന്നില്ല. അപ്പം പിന്നെ റബ്ബർ ചെയ്യില്ല എന്നുള്ളത്, അതിൽ നിന്നല്ല കുറച്ചും കൂടി കൂടുതൽ വേതനം കിട്ടുന്നത്. സോ ഇറ്റ്സ് ക്യാൻ ബെറ്റർ. സോ now let's move on to the activity section. The activity question section: only fools turn to rice farming for gains. Do you agree with this idea expressed by the father in the poem Rice? Express your opinion or suggestion in your 3 of a sentence. You may use expression like I think, I feel, I suggest, in my opinion. So dears, and it's answer section. I'll do an example for you. I think the father is wrong here. I feel that saying that only fools turn farming is an insult to the rice farmers who work hard to give us rice to eat. I suggest that the father should have told his son that any job is good provided one does it well. He should have given importance to the principle of dignity of labor. In my opinion, rice farming is a good way of earning one's livelihood and also a way of making good profits. My neighbor is a rice farmer and he is very rich and he lives in style in Pashbaglo and with a pair of cars and a few servants working for him every day. So dears, let's move on to extended activities in today's class. Question: what does ship of the sky represent? Then dears, if you have any doubt, let me know please. Okay dears, I hope all of you clear in today's portion. Thank you.